വജ്രങ്ങളുടെ സാമ്രാജ്യം. വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിതം നയിച്ചിരുന്ന ഒരു ആഫ്രിക്കൻ കർഷകനായിരുന്നു ഹാഫിസ്. സംതൃപ്തനായതുകൊണ്ട് അയാൾ സന്തോഷവാനായിരുന്നു. സന്തോഷവാനായതുകൊണ്ട് അയാൾ സംതൃപ്തനുമായിരുന്നു. ഒരിക്കൽ ഒരു പണ്ഡിതൻ വജ്രങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഹാഫിസിനോട് പറഞ്ഞു. താങ്കളുടെ തള്ളവിരലിന്റെ വലിപ്പമുള്ള ഒരു വജ്ര കൈവശമുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ നഗരം സ്വന്തമാക്കാം. താങ്കളുടെ മുഷ്ടിയോളം വലിപ്പമുള്ള വജ്രമുണ്ടെങ്കിലോ ഈ രാജ്യം തന്നെ സ്വന്തമാക്കാം. അന്ന് രാത്രി ഹാഫിസ് ഉറങ്ങിയില്ല. അയാൾ അസന്തുഷ്ടനും ദുഃഖിതനുമായി. അസന്തുഷ്ടി കാരണം അയാൾ ദുഃഖിതനും, ദുഃഖം കാരണം അയാൾ അസന്തുഷ്ടനുമായി. പിറ്റേ ദിവസം തന്നെ അയാൾ കൃഷിസ്ഥലം വിറ്റു. കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടതു ചെയ്ത ശേഷം വജ്രങ്ങൾ നേടുവാനായി യാത്ര തിരിച്ചു. ആഫ്രിക്ക മുഴുവൻ അലഞ്ഞെങ്കിലും വജ്രം കണ്ടെത്താനായില്ല. യൂറോപ്പിലും പലയിടത്തും പരതി, എങ്കിലും ഫലം നിരാശയായിരുന്നു. സ്പെയിനിൽ എത്തിയപ്പോഴേക്കും അയാൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്നിരുന്നു. ഒടുവിൽ അങ്ങേയറ്റം നിരാശനായി അയാൾ ബാർസിലോണ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതേസമയം നാട്ടിൽ അയാളുടെ വസ്തു വാങ്ങിയാൽ പറമ്പിലൂടെ ഒഴുകിയിരുന്ന അരുവിയിൽ നിന്നും ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുകയായിരുന്നു. അരുവിയിൽ ഉദയസൂര്യന്റെ കിരണങ്ങളേറ്റ് മഴവില്ലുപോലെ തിളങ്ങുന്ന ഒരു കല്ല് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളത് തന്റെ വീടിന്റെ സ്വീകരണമുറിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. അന്നു വൈകുന്നേരം തന്നെ പണ്ഡിതൻ തിരിച്ചുവന്നു. തിളങ്ങുന്ന കല്ല് കണ്ടപ്പോൾ ഹാഫീസ് തിരിച്ചുവന്നുവോ എന്നന്വേഷിച്ചു. പുതിയ സ്ഥലമുടമ കാരണം ചോദിച്ചപ്പോൾ ആ തിളങ്ങുന്ന കല്ല് വജ്രമാണെന്നും വജ്രം കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും പണ്ഡിതൻ പറഞ്ഞു. അവർ അരുവിയിൽ പോയി ഏതാനും കല്ലുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ സത്യം വെളിപ്പെടുകയും ചെയ്തു. ഹാഫിസിന്റെ കൃഷിസ്ഥലം വജ്രങ്ങളുടെ സാമ്രാജ്യമായിരുന്നു. ഈ കഥയുടെ ഗുണപാഠങ്ങൾ എന്തെല്ലാം? 5 വ്യത്യസ്ത ഗുണപാഠങ്ങളാണ് ഈ കഥ നൽകുന്നത്. 1. പലപ്പോഴും ഭാഗ്യം നാമറിയാതെ നമ്മുടെ കാൽക്കീഴിൽ തന്നെ കിടക്കുന്നു. അതന്വേഷിച്ച് വേറെയെങ്ങും പോകേണ്ടതില്ല. ശരിയായ മനോഭാവത്തിലൂടെ നമ്മൾ അത് തിരിച്ചറിയുകയാണ് വേണ്ടത്. 2. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ കൂടുതൽ പച്ചയായി തോന്നും. 3. നമ്മൾ അക്കരെയുള്ള പച്ച സമ്പത്ത് ആഗ്രഹിക്കുമ്പോൾ ഇക്കരെയുള്ള നമ്മുടെ പച്ച സമ്പത്ത് മറ്റു പലരും ആഗ്രഹിക്കും. നമ്മുടെ സമ്പത്ത് കൈക്കലാക്കുന്നതിൽ അവർക്ക് സന്തോഷമേ ഉണ്ടാകൂ. 4. തങ്ങൾക്കു ലഭിക്കുന്ന അവസരങ്ങൾ തിരിച്ചറിയാത്തവർ ഭാഗ്യദേവത മുട്ടിവിളിക്കുമ്പോൾ അതൊരു ശല്യമായി കണക്കാക്കുന്നു. 5. അവസരങ്ങളെ പലപ്പോഴും അവ നഷ്ടപ്പെടാൻ പോകുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത്. ആരംഭദിശയിൽ അവയെ നാം തിരിച്ചറിയുന്നില്ല.